സോളാർ കമ്മീഷൻ മുൻപാകെ സലിം രാജിന്റെ മൊഴി. ഉമ്മൻചാണ്ടി തന്റെ ഫോണിൽ നിന്ന് സരിതയെ വിളിച്ചുവെന്ന് സലിം രാജ്. സരിത തന്റെ ഫോണിലൂടെ ഉമ്മൻചാണ്ടിയുമായി സംസാരിച്ചിട്ടുണ്ട്. ജിക്കുവിന്റെ നമ്പറിലേക്കും വിളിച്ച് സരിത ഉമ്മൻചാണ്ടിയുമായി സംസാരിച്ചിട്ടുണ്ട്. ADGP ഹേമചന്ദ്രനോട് താൻ ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്നും എന്നാൽ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്തിയില്ല എന്നും സലിം രാജ് മൊഴി നൽകി. വിവരങ്ങൾ കെ രാജേന്ദ്രൻ നൽകും. രാജേന്ദ്രൻ, മറ്റു വിവരങ്ങൾ കൂടി. സോളാർ കമ്മീഷൻ മുമ്പാകെ സലിം രാജ് ഇപ്പോഴും മൊഴി നൽകിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് സലിം രാജ് നടത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, തന്റെ ഫോണിലൂടെ ഉമ്മൻചാണ്ടി സരിതയുമായി സംസാരിച്ചു എന്നതാണ്. സരിതയുമായി സംസാരിച്ചു എന്ന് മാത്രമല്ല, നേരെ തിരിച്ച് സരിതയുടെ ഫോണിൽ നിന്നും സരിത തന്റെ ഫോണിൽ നിന്ന് ഉമ്മൻചാണ്ടിയെയും വിളിച്ചിട്ടുണ്ട്. ഇരുകൂട്ടരും തന്റെ ഫോണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പർക്കം പുലർത്തിയിട്ടുണ്ടെന്ന നിർണായകമായ വെളിപ്പെടുത്തലാണ് സലിം രാജ് നടത്തിയത്. ഇതിനകത്ത് നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്ന ഒരു വസ്തുത, അത്തരത്തിൽ താൻ നേരിട്ടോ ഫോണിലൂടെയോ സരിതയുമായി സംസാരിച്ചിട്ടേ ഇല്ല എന്നതായിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ സലിം രാജ് തന്നെ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത് കേസിൽ ഉമ്മൻചാണ്ടിക്ക് കനത്ത തിരിച്ചടിയാവുമെന്ന് ഉറപ്പാണ്. ഇതുകൂടാതെ തുടക്കത്തിൽ തന്നെ കേസ് അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ അന്വേഷണം നടത്തിയവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതിന്റെ സൂചനകളും സലിം രാജ് നൽകി. നേരത്തെ കേസ് അന്വേഷണ ചുമതല മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഏൽപ്പിച്ചിരുന്നത് ADGP ഹേമചന്ദ്രനെ ആയിരുന്നു. ഹേമചന്ദ്രനാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയിരുന്നത്. ADGP ഹേമചന്ദ്രന്റെ മുമ്പാകെ താൻ ഈ കാര്യങ്ങൾ ഉമ്മൻചാണ്ടി തന്റെ ഫോണിൽ നിന്നും സരിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചിരുന്നു. എന്നാൽ ഈ നിർണായകമായ വിവരം തന്റെ സ്റ്റേറ്റ്മെന്റിൽ ADGP ഹേമചന്ദ്രൻ രേഖപ്പെടുത്തിയിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതുകൂടാതെ ടെലിഫോൺ സംഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയിരുന്ന ഇന്റലിജൻസ് വിഭാഗം മേധാവിയായിരുന്ന സെൻകുമാറും ഇതുമായി ബന്ധപ്പെട്ടെല്ലാം അന്വേഷിച്ചിരുന്നു. എന്നാൽ സരിതയെ ഉമ്മൻചാണ്ടി തന്റെ ഫോണിലൂടെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാൻ അന്ന് അദ്ദേഹം തയ്യാറായില്ല എന്നും പറഞ്ഞു. ഇതിലൂടെ വ്യക്തമാവുന്നത് സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ തുടക്കത്തിൽ തന്നെ അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ശ്രമം നടന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി സരിതയുമായി സലിം രാജിന്റെ ഫോണിലൂടെ സമ്പർക്കം പുലർത്തിയെന്ന നിർണായകമായ വിവരവും സലിം രാജ് പറഞ്ഞിരിക്കുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ പങ്കെടുത്തിരുന്ന പല ചടങ്ങുകളിലും പല വേദികളിലും സരിത സ്ഥിര സാന്നിധ്യമായിരുന്നു. എന്നാൽ അവിടെ വെച്ച് ഇരുവരും തമ്മിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് താൻ കണ്ടിട്ടില്ല എന്നാണ് സലിം രാജ് പറഞ്ഞത്. സലിം രാജ് ഇപ്പോഴും മൊഴി നൽകൽ തുടരുകയാണ്. കെ രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. സഹകരണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF ദില്ലിയിൽ നടത്തിയ ധർണയിൽ ഉമ്മൻചാണ്ടി പങ്കെടുത്തില്ല. DCC പുനഃസംഘടനയിൽ A ഗ്രൂപ്പിന് പരിഗണന കുറഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് ഉമ്മൻചാണ്ടി വിട്ടുനിന്നത്. രാഹുൽ ഗാന്ധി, മുകുൾ വാസ്നിക് എന്നിവർ പങ്കെടുത്ത ധർണയിൽ നിന്നാണ് ഉമ്മൻചാണ്ടി വിട്ടുനിന്നത്. കേരളത്തിലെ സഹകരണ ബാങ്കുകളോട് കേന്ദ്ര സർക്കാർ പുലർത്തുന്ന വിവേചനത്തിലും റേഷൻ വിഹിതം വെട്ടിക്കുറച്ചതിലും പ്രതിഷേധിച്ചായിരുന്നു ദില്ലിയിൽ UDF ധർണ. UDF MLA-മാരും MP-മാരും സംയുക്തമായാണ് ധർണ നടത്തിയത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് നോട്ട് പിൻവലിക്കൽ തീരുമാനമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത് AK ആന്റണി പറഞ്ഞു. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി അടക്കം പങ്കെടുത്ത ധർണയിൽ നിന്ന് എന്നാൽ ഉമ്മൻചാണ്ടി വിട്ടുനിന്നു. സ്വാഭാവികമായിട്ടും എല്ലാ സമരങ്ങളിലും എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയില്ല. DCC പട്ടികയിൽ A ഗ്രൂപ്പിന് വേണ്ട വിധം പരിഗണന ലഭിക്കാത്തതിലെ അതൃപ്തി A ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും KC ജോസഫും കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. DCC പ്രസിഡന്റ് പട്ടികയിലെ അതൃപ്തി നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയെയും ധനമന്ത്രിയെയും UDF സംഘം കണ്ടപ്പോഴും ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം പ്രകടമായിരുന്നു. ഇതിനു പിന്നാലെയാണ് ധർണയിൽ നിന്ന് ഉമ്മൻചാണ്ടി പൂർണ്ണമായി വിട്ടുനിന്നത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി ഉള്ളതിനാലാണ് ധർണയ്ക്ക് ഉമ്മൻചാണ്ടി എത്താതിരുന്നത് എന്നാണ് UDF വിശദീകരണം. INTUCയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഗോപാലേട്ടൻ്റെ 1ാം ചരമവാർഷികമാണ്. അത് എന്നോട് നേരത്തെ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പരിപാടി വരുന്നില്ല എന്നുള്ളത് അറിയിച്ച. ആരോഗ്യ കാരണങ്ങളാൽ VM സുധീരനും ധർണയിൽ പങ്കെടുത്തില്ല. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപം നഷ്ടപ്പെടില്ലെന്ന് ധനമന്ത്രി ഉറപ്പ് നൽകിയതായി UDF സംഘം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. സംസ്ഥാനത്തിനുള്ള റേഷൻ വീതം പുനഃസ്ഥാപിക്കണമെന്നും UDF സംഘം കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടു. ദേശീയ തലത്തിലും UDF സംയുക്തമായി സംഘടിപ്പിച്ച പ്രക്ഷോഭത്തിനിടയിലും ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറി എത്രത്തോളം രൂക്ഷമെന്നത് വ്യക്തമാക്കുന്നതായി. ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മണിശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യത്ത് വ്യാപക കള്ളപ്പണവേട്ട. ദില്ലി കരോട്ട് ബാഗിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ 3.25 കോടി രൂപയുടെ കള്ളപ്പണം പിടിച്ചെടുത്തു. പഴയ നോട്ടുകളാണ് പിടിച്ചെടുത്തത്. 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അതേസമയം ബംഗളൂരുവിൽ നിന്ന് 2.25 കോടിയുടെയും ഗോവയിൽ നിന്ന് 68 ലക്ഷത്തിന്റെയും കള്ളപ്പണം പിടികൂടി.
ചണ്ഡീഗഡിൽ 3.25 കോടിയുടെ കള്ളപ്പണവും കണ്ടെടുത്തു. 67 ലക്ഷം കൈവശം വെച്ച 4 പേർ പൂനെയിൽ അറസ്റ്റിലായിട്ടുണ്ട്. പുതിയ നോട്ടുകളാണ് പരിശോധനകളിൽ കണ്ടെത്തിയിരിക്കുന്നത്. നോട്ട് പിൻവലിക്കലിന്റെ പശ്ചാത്തലത്തിൽ കള്ളപ്പണം വീണ്ടും സജീവ ചർച്ചയാകുമ്പോൾ യോഗ ഗുരു ബാബ രാംദേവിന്റെ കള്ളപ്പണത്തെക്കുറിച്ചുള്ള ഒരു സംഭാഷണ ദൃശ്യം വീണ്ടും പ്രചരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കള്ളപ്പണം കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ് ബാബ രാംദേവും BJP സ്ഥാനാർത്ഥിയും തമ്മിൽ രഹസ്യം പറയുന്നത്. നോട്ട് നിരോധനത്തെ അനുകൂലിച്ച് ബാബ രാംദേവ് രംഗത്തെത്തിയതോടെയാണ് വീഡിയോ വീണ്ടും പ്രചാരത്തിലായത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് രാജസ്ഥാനിലെ ആൽവാറിൽ BJP സ്ഥാനാർത്ഥി മഹന്ത് ചന്ദ്രനാഥും യോഗ ഗുരു ബാബ രാംദേവും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് പ്രചരണത്തിന് കള്ളപ്പണം എത്തിക്കാൻ കഴിയുന്നില്ലെന്നും പോലീസ് പിടിച്ചെടുക്കുന്നുവെന്നും മഹന്ത് ചന്ദ്രനാഥ് ബാബ രാംദേവിനോട് പരാതി പറയുന്നു. ടിവിക്കാരുടെ മൈക്കിന് മുന്നിലിരുന്നാണോ വിഡ്ഢി കള്ളപ്പണത്തെക്കുറിച്ച് പറയുന്നതെന്നാണ് ബാബ രാംദേവിന്റെ മറുപടി. നോട്ട് പിൻവലിച്ച നടപടിയെ പ്രശംസിച്ചും നിരോധനത്തിന് ശേഷം വ്യാപകമായ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നുമുള്ള ബാബ രാംദേവിന്റെ പ്രതികരണങ്ങൾക്ക് ശേഷമാണ് പഴയ സംഭാഷണ ദൃശ്യങ്ങൾ വീണ്ടും പ്രചരിക്കുന്നത്. യഥാർത്ഥത്തിൽ കള്ളപ്പണക്കാർ ആരാണെന്ന് ഈ സംഭാഷണ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പരിഹാസം. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്തെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നെടുത്ത കാർഷിക വായ്പകൾക്ക് മെയ് 31 വരെ മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിച്ച് വിജ്ഞാപനം പുറപ്പെടുവിക്കാനും വിജിലൻസിൽ പുതിയ 24 തസ്തികകൾ രൂപീകരിച്ചും മന്ത്രിസഭായോഗം ഉത്തരവായി. രൂക്ഷമായ കാർഷിക പ്രതിസന്ധിയെ തുടർന്ന് കർഷകർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഗണിച്ചാണ് കാർഷിക വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കർഷകരെടുത്ത വായ്പകൾക്ക് മേലുള്ള ജപ്തി നടപടികൾക്ക് അടുത്ത വർഷം മെയ് 31 വരെയാണ് മൊറട്ടോറിയം. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിച്ചുള്ള വിജ്ഞാപനത്തിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. രാജഗോപാലൻ നായർ ചെയർപേഴ്സണായ ബോർഡിൽ GS ശൈലാമണി, PC രവീന്ദ്രനാഥ് എന്നിവരാണ് അംഗങ്ങൾ. ഭരണവിഭാഗം തസ്തികകളിലേക്കുള്ള നിയമനം PSCക്ക് വിടുന്നതുവരെ എല്ലാ നിയമനങ്ങളും ബോർഡ് നടത്തും. അതിനുശേഷവും പരമ്പരാഗതമായ തസ്തികകളിലേക്കുള്ള നിയമനം നടത്തുന്നതിനായി ബോർഡിനെ നിലനിർത്തും. വിജിലൻസിൽ പുതിയ 24 തസ്തികകൾ രൂപീകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, സീനിയർ സൂപ്രണ്ട്, ജൂനിയർ സൂപ്രണ്ടുമാർ, 20 ക്ലർക്കുകൾ എന്നിവയാണ് തസ്തികകൾ. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന് കീഴിൽ പുതിയ 15 ഭാഗ്യക്കുറി സബ് സെന്ററുകൾ ആരംഭിക്കാനും തീരുമാനമുണ്ട്. ഇവിടേക്കാവശ്യമായ തസ്തികകളും സൃഷ്ടിക്കും. പാലക്കാട് IIT സ്ഥാപിക്കാനായി പുതുശ്ശേരി വില്ലേജിലെ 70 ഏക്കർ ഭൂമി സൗജന്യമായി കൈമാറും. മട്ടാഞ്ചേരിയിൽ BOT പാലത്തിന്റെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ഗാമൺ ഇന്ത്യ കമ്പനിക്ക് നഷ്ടപരിഹാരത്തുകയായി 16,23,00,000 രൂപ നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. SFI പ്രതിഷേധത്തെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ എഞ്ചിനീയറിംഗ് പരീക്ഷ ഇന്നും മുടങ്ങി. 8 സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിലടക്കം 16 കോളേജുകളിലെ BTech 3ാം സെമസ്റ്റർ പരീക്ഷയാണ് തടസ്സപ്പെട്ടത്. വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസവും പരീക്ഷകൾ മുടങ്ങിയിരുന്നു. സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ BTech 3ാം സെമസ്റ്റർ പരീക്ഷയാണ് വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടത്. തിരുവനന്തപുരം CET, ബാർട്ടൺ ഹിൽ, പാലക്കാട് ശ്രീകൃഷ്ണപുരം, കോഴിക്കോട് വെസ്റ്റ് ഹിൽ തുടങ്ങിയ 8 സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിലടക്കം 16 എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ് പരീക്ഷ മുടങ്ങിയത്. പരീക്ഷാ നടത്തിപ്പ് ചുമതലയിൽ നിന്ന് സ്വകാര്യ ഏജൻസിയെ ഒഴിവാക്കുക, പരീക്ഷാ തീയതികളിൽ മാറ്റം വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു SFIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. വിദ്യാർത്ഥികളുടെ നിലപാടായിരുന്നു ഇങ്ങനെ പ്രശ്നമറ്റമായ ഒരു രീതിയിലല്ലാതെ എക്സാം നടത്തിക്കഴിഞ്ഞാൽ അവരത് എഴുതില്ല എന്നുള്ളത്. ശ്രീകാര്യത്ത് പരീക്ഷാ കൺട്രോളറെ വിദ്യാർത്ഥികൾ ഉപരോധിച്ചു. കൊല്ലം TKM കോളേജിലും പാലക്കാട് അകത്തേത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജിലും വിദ്യാർത്ഥികൾ പരീക്ഷ ബഹിഷ്കരിച്ചു. പലയിടങ്ങളിലും പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ സാങ്കേതിക സർവകലാശാല VCയുടെ കോലം കത്തിച്ചു. പോലീസ് സംരക്ഷണത്തിലാണ് പല കോളേജുകളിലും പരീക്ഷ നടന്നത്. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നു. അതേസമയം വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് ന്യായീകരണമില്ലെന്ന നിലപാടിലാണ് സാങ്കേതിക സർവകലാശാല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ഗായിക വൈക്കം വിജയലക്ഷ്മിയുടെ വിവാഹം മാർച്ച് 29-ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടക്കും. തൃശൂർ കുന്നത്തങ്ങാടി സ്വദേശി സന്തോഷാണ് വരൻ. വൈക്കത്തെ വീട്ടിൽ വിജയലക്ഷ്മിയുടെ വിവാഹ നിശ്ചയം നടന്നു. നേരത്തെ കൈരളി ടിവിയുടെ ഫിനിക്സ് അവാർഡ് വേദിയിലാണ് വിവാഹ വാർത്ത വിജയലക്ഷ്മി അറിയിച്ചത്. ഗായിക വൈക്കം വിജയലക്ഷ്മി വിവാഹിതയാകുന്നു. തൃശൂർ കുന്നത്തങ്ങാടി സ്വദേശി സന്തോഷാണ് വരൻ. മാർച്ച് 29-ന് രാവിലെ 9-നും 11:30-നും ഇടയ്ക്ക് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് വിവാഹം. ഇന്ന് വിജയലക്ഷ്മിയുടെ വൈക്കത്തെ വീട്ടിലാണ് വിവാഹ നിശ്ചയം നടന്നത്. കൈരളി ടിവി ഏർപ്പെടുത്തിയ ഫീനിക്സ് അവാർഡ് സ്വീകരിച്ച ശേഷമാണ് വിജയലക്ഷ്മി തന്റെ വിവാഹകാര്യം ആദ്യമായി ജനങ്ങളുമായി പങ്കുവച്ചത്. മലയാളത്തിന്റെ മഹാനടനിൽ നിന്നും അവാർഡ് ലഭിച്ചത് തന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ് നൽകുന്നതെന്നും അതുപോലൊരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് വിജയലക്ഷ്മി തന്റെ വിവാഹകാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. കുന്നത്തങ്ങാടിയിൽ നിന്നും സന്തോഷ് ചേട്ടനാണ്. ചേട്ടൻ സോപാന സംഗീതമൊക്കെ പാടും. ഈശ്വരഭക്തനാണ്. നല്ല സൂപ്പറാണ്. ഹോട്ടൽ മാനേജ്മെന്റ് പഠനശേഷം ബഹ്റൈനിൽ ജോലി ചെയ്തു വരുന്ന സന്തോഷിന്റെ ആലോചന വിവാഹ പരസ്യത്തിലൂടെയാണ് വന്നതെന്ന് വിജയലക്ഷ്മിയുടെ അച്ഛൻ മുരളീധരൻ പറഞ്ഞു. കാഴ്ചയ്ക്ക് വൈകല്യമുള്ള വൈക്കം സ്വദേശിനിയായ ഗായികയ്ക്ക് വരനെ തേടുന്നുവെന്ന പരസ്യം കണ്ട് നിരവധി ആലോചനകൾ വന്നിരുന്നു. അപേക്ഷകരിൽ നിന്നും ഭക്തനും സംഗീതപ്രേമിയുമായ സന്തോഷിനെ വിജയലക്ഷ്മിയും കുടുംബവും തിരഞ്ഞെടുക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മലപ്പുറത്തിന് ആവേശമായി കൈരളി ടിവിയുടെ ജനപ്രിയ റിയാലിറ്റി ഷോ പട്ടുറുമാൾ സീസൺ 10 ഗ്രാൻഡ് ഫിനാലെ ഇന്ന് മഞ്ചേരിയിൽ. ചലച്ചിത്ര താരങ്ങളും പിന്നണി ഗായകരും അണിനിരക്കുന്ന മെഗാ ഷോയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. സംഗീത വിരുന്നിനായി മഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ആതിര വിജയൻ, കീർത്തന, അളക ജയപാൽ, ക്രിസ്റ്റകല, ഗ്രീഷ്മ, ഫാത്തിമ ഫിദ തുടങ്ങി 6 പേരാണ് പട്ടുറുമാൽ സീസൺ 10 അവസാന റൗണ്ടിലുള്ളത്. ചലച്ചിത്ര താരം മുക്തയും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തമാണ് ഷോയുടെ പ്രധാന ആകർഷണം. പിന്നണി ഗായകരും മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രഗത്ഭരും ഒപ്പം വേദിയിലെത്തും. ആവേശം പകരാൻ രതീഷ് വേഗ, നജീം അർഷാദ്, OU ബഷീർ, സജല സലീം തുടങ്ങി താരനിര തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. ഒപ്പം കുട്ടിപ്പട്ടുറുമാലിലെ കുരുന്നു പ്രതിഭകളും അരങ്ങിന് ആവേശം പകരും. 15,000 പേർക്ക് പങ്കെടുക്കാനുള്ള സൗകര്യം മഞ്ചേരിയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. NYC യുവജന വിഭാഗമായ നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വ പരിശീലന ക്യാമ്പ് തൃശൂർ ആതിരപ്പള്ളിയിൽ നടന്നു. ക്യാമ്പ് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ ഉദ്ഘാടനം ചെയ്തു. NYC ജില്ലാ പ്രസിഡന്റ് PT സജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. NYC സംസ്ഥാന പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, NCP ജില്ലാ പ്രസിഡന്റ് രഘു കെ മാരാത്ത് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു. മുൻ ദേവസ്വം മന്ത്രി VS ശിവകുമാറിന്റെ സഹോദരനും ദേവസ്വം സെക്രട്ടറിയുമായ VS ജയകുമാർ ഉൾപ്പെട്ട തട്ടിപ്പ് കേസിലെ നിർണായകമായ ഫയൽ അപ്രത്യക്ഷമായത് വിവാദമാകുന്നു. ഫയൽ കണ്ടെത്താൻ പുനരന്വേഷണം നടത്തണമെന്ന വിജിലൻസിന്റെ ശുപാർശയിൽ ദേവസ്വം ബോർഡ് നടപടിയില്ല. പമ്പയിലെ മെസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഫയലുകളാണ് ദുരൂഹ സാഹചര്യത്തിൽ പമ്പ ദേവസ്വം ഓഫീസിൽ നിന്നും അപ്രത്യക്ഷമായത്. മെസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നുവെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് കണക്കുകൾ സംബന്ധിച്ച ഫയലുകൾ കാണാതായത്. അഴിമതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ത്വരിതാന്വേഷണം നേരിടുന്ന ദേവസ്വം ബോർഡ് സെക്രട്ടറിയും മുൻ ദേവസ്വം മന്ത്രിയുടെ സഹോദരനുമായ VS ജയകുമാർ പമ്പ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരിക്കെ നടന്ന തട്ടിപ്പിന്റെ ഫയലുകളാണ് കാണാതായത്. 2003-2004 വർഷം ഉത്സവകാലത്ത് പമ്പ മെസ്സിൽ നിന്നും ഭക്ഷണം കഴിച്ചവരുടെ കണക്കും ചെലവായ തുകയും അടങ്ങിയ മെസ്റ്റ് റോൾ എന്ന ഫയലാണ് കാണാതായിരിക്കുന്നത്. പമ്പ സന്നിധാനം മെസ്സുകളുടെ നടത്തിപ്പുമായി VS ജയകുമാർ അടക്കം 4 പേർ പണം തട്ടിയതായി പത്തനംതിട്ട വിജിലൻസ് ഡിവൈഎസ്പി റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട നിർണായക ഫയലുകൾ അപ്രത്യക്ഷമായത്. എന്നാൽ പ്രസ്തുത ഫയൽ മാത്രം കത്തിപ്പോയതായാണ് VS ജയകുമാറും ദേവസ്വത്തിന്റെ ഉന്നതരും കോടതിയിൽ നൽകിയിരിക്കുന്ന മൊഴി. ക്രമക്കേട് പുറത്താകാതിരിക്കാൻ പ്രതികൾ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഫയലിന്റെ തിരോധാനമെന്നതാണ് വിജിലൻസിന്റെ നിഗമനം. ഫയൽ കണ്ടെത്താൻ തുടരന്വേഷണം നടത്തണമെന്ന വിജിലൻസിന്റെ ആവശ്യത്തിന്മേൽ ഇനിയും ദേവസ്വം ബോർഡ് നടപടി സ്വീകരിച്ചിട്ടില്ല. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ശബരിമല.